ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്കൊരു വർക്കിന് വന്നിട്ടുള്ളൊരു വണ്ടിയാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് MT വെർഷൻ 2 ആണ്. ഇതിൽ നമ്മൾ കൊടുക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് RGB ലൈറ്റ് സെറ്റ് ചെയ്യാൻ പോകട്ടെ. ഈ ഒരു വൈറ്റ് ലൈറ്റ് മാറ്റിയിട്ട് നമ്മളിതിൻ്റെ അകത്ത് RGB സെറ്റ് ചെയ്യാൻ പോകണം. RGB മൊബൈൽ കൺട്രോൾ ലൈറ്റാണ് ഇത് DRLായിട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ ഷോപ്പിലോട്ട് കയറ്റാം. അപ്പോൾ ഗൈസ്, നമ്മൾ വണ്ടി അകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ബാക്ക് ടൈലായിട്ട് വെച്ചേക്കണം NSൻ്റെ ആട്ടാ. NSൻ്റെ ടൈൽ ഇട്ടിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഫിറ്റ് ഇത് നേരെ ഇളക്കണം. വൈസസും കാര്യങ്ങളെല്ലാം ഇളക്കിയിട്ട് വേണം ഇതിൻ്റെ DRL ഇളക്കിയെടുക്കാൻ. അപ്പം തുടങ്ങല്ലേ കുക്കോ, വാ ഇളക്കിയെടുത്തതാ പെട്ടെന്താ. അപ്പോൾ ഗൈസ്, നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഐറ്റം കേട്ടോ. ആണ്ടാ, നമ്മൾ ഇതാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് മൊബൈൽ കൺട്രോളിൽ അത്യാവശ്യം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇളക്കിയെടുത്തിട്ട് എത്ര മീറ്റർ വേണം കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. എത്ര മീറ്റർ സെറ്റ് ചെയ്യണമെന്നും ഡീറ്റെയിൽസൊക്കെ നോക്കാം. അപ്പോൾ ഇത് നമുക്ക് അറൗണ്ട് 5 മീറ്ററാണ് ഇപ്പോൾ ഈ ഇരിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് നമുക്ക് വലുതായിട്ടൊന്നും വേണ്ട കേട്ടോ, എത്രത്തോളം മതി. ചെറിയൊരു ലൈനാണ് വരുന്നത്. ഇതിൽ നമുക്ക് 2 ലൈനാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. 2 ലൈൻ കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു അട്രാക്ഷൻ ലുക്കിലോട്ട് മാറും. ഓൾറെഡി ഇതിൽ ഡൊമിനാറിൻ്റെ വൈസസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അത്തു പെട്ടെന്ന് പവർ പവർ. ഇതെന്തെല്ലാം ഈ പിടിപ്പിച്ച് ചെയ്യണം. ഈ സെൽഫ് സ്ക്രൂ അടിച്ച് ബോഡി കയറ്റിയിരിക്കണം അല്ലേ? കണ്ട സെൽഫ് സ്ക്രൂ അടിച്ച് കയറ്റി വെച്ചിരിക്കാം. അപ്പം നമുക്ക് നേരെ ഇതിന് ഇളക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ 4 ബോൾട്ട് ഇളക്കിയിട്ടുണ്ട്. ഈ വൈസർ അങ്ങ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നമുക്ക് ഈ ഒരു DRL ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഹെഡ് ആദ്യം ഇളക്കാൻ വേണ്ടി ഇതിൻ്റെ അകത്തൊരു 10 അതിന് സ്റ്റാർ ഇളക്കിയെടുക്കാം. നാണ്ടിരിക്കുന്നു ആ ഒരു 10ൻ്റെ സ്ക്രൂ ഇളക്കി കഴിയുമ്പോൾ ഓക്കെ. പയ്യെ ഇളക്കി തരണം. ചുമ്മാ പയ്യെ ഇളക്കടാ. ഇതേപോലെ പറ്റി ഒന്നുമില്ല, പൊക്കിയെടുത്തായി. ഇനി സൈഡിൽ നിന്ന് ഇളക്കാൻ തന്നെ കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ ഇതുവരെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം 10ൻ്റെ ഹെഡ് ആ ഒരു സ്ക്രൂ വരുമ്പോൾ തന്നെ നമുക്ക് ഹെഡും കാര്യങ്ങളൊക്കെ ഇളകി കൈ കിട്ടും. ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് മാസ്ക് ഊരി മാറ്റണം. അപ്പോൾ വണ്ടി ഓൾറെഡി ഇങ്ങനെ റൈസിംഗ് ബ്ലൂ കേട്ടോ. റൈസിംഗ് ബ്ലൂവിൽ ഫ്രണ്ട് വരുന്ന ഒരു മാറ്റ് ബ്ലൂ അല്ലടാ, അത് മെറ്റാലിക് ബ്ലൂ ആണ്. എന്തായാലും ഒരു ബ്ലൂ ആണ്. അപ്പം ഇത് ഇളക്കിയിട്ട് DRL എടുക്കണം. അപ്പം ഇനി എവിടെ സ്ക്രൂ ഉള്ള നമുക്ക് ഇഷ്ടമാണല്ലേ? ഇപ്പോൾ നമ്മൾ ഈ ഒരു DRL സെക്ഷൻ ഫുൾ ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പ്ലഗ് ആൻഡ് പ്ലേ ആയിരുന്നു. അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും. ഈ ബാക്കിൽ കാണുന്ന സ്ക്രൂസ് എല്ലാം അയച്ചു കഴിഞ്ഞാൽ നമുക്ക് നടുക്ക് സെൻറ്ററിലൊരു സ്ക്രൂ ഉണ്ട്. ഈ ഒരു സ്ക്രൂ അയച്ചു കഴിഞ്ഞാൽ ഈ ഒരു കവർ ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നേരെ നമുക്ക് അകത്ത് അയൺ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ നിങ്ങളത് എടുത്തായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ലുക്കിലാണ്. അപ്പോൾ നമ്മൾ 2 RGB സ്ലിപ്പ് 2 സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യണം. ഇതിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാണ്ട് സ്ക്രൂവും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ നേരെ ഈ ഒരു ലുക്കിൽ വരും. അതോടെ ഓടിവാ. സംഭവം എങ്ങനെ ഉണ്ട് വെച്ചാൽ അവരെ ഇതുപോലുള്ള വർക്കൊക്കെ കൊണ്ട് നമ്മൾ കോൺടാക്ട് ചെയ്തായി സെറ്റാക്കാൻ വേണ്ടി. അപ്പം നൈറ്റ് നമ്മൾ ഗൈസ്, അപ്പോൾ നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഇത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം തിരക്കായി പോയി. അപ്പോൾ എന്തായാലും നമ്മൾ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വണ്ടിക്കകത്ത് വരുന്ന ലുക്കും കാര്യങ്ങളും. അപ്പോൾ വെച്ചാൽ അവർ ഇതുപോലുള്ള വർക്ക് കാര്യങ്ങളൊക്കെ കൊണ്ട് ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പവറാക്കാം. പവർ ഷേക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ ഇതാ പവറാണ്.